ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് അഥവാ ബാൻസുരിയിലെ സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്ന ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂട്ടിന് ഹിന്ദുസ്ഥാനിയിൽ ബാൻസുരി എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ബാൻസുരി എന്ന് പറഞ്ഞാൽ ബാൻസ്, അതായത് മുളയുടെ ഒരു കഷ്ണത്തിനാണ് ബാൻസുരി എന്ന് പറയുന്നത്. അതായത് ബാൻസിൽ നിന്ന് സ്വരം പുറപ്പെടുവിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം ഹിന്ദുസ്ഥാനി ഈ ഫ്ലൂട്ടിന് കർണാട്ടിക് ഫ്ലൂട്ടുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 6 ഫിംഗർ ഹോൾസ്. ഈ 3 ഫിംഗേഴ്സ് ഒരു ഹോളിൽ, ഈ 3 ഫിംഗേഴ്സ് ഒരു സൈഡിൽ, ഈ 3 ഫിംഗേഴ്സ് മറ്റേ സൈഡിൽ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ താഴേക്കാണ് പോകുന്നത്. ഇത് എളുപ്പത്തിൽ അത് ചെയ്യാൻ വേണ്ടി പലരും ചെയ്യുന്നൊരു ടെക്നിക്ക്, ഈ ഹോൾ എടുത്തിട്ട് നമ്മൾ കീഴ്ച്ചുണ്ട് ക്ലോസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് പതുക്കെ തുറക്കുക. അപ്പോൾ ഒരു പകുതി താഴേക്ക് വരും, എന്നിട്ട് ഊതിയാൽ സൗണ്ട് വരുന്നതാണ്. അങ്ങനെ വെച്ചിട്ട് ഇതിൽ ആദ്യം നമുക്ക് സരിഗമ പദനിസ എങ്ങനെയാണ് നോക്കാം. എൻ്റെ ഫിംഗർ പൊസിഷൻസ് നോക്കി നമുക്ക് മനസ്സിലാവും. 3 ഫിംഗേഴ്സാണ് അത് നമ്മൾ സാ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ഫിംഗർ, 2 ഫിംഗേഴ്സ് ക്ലോസ് ചെയ്താൽ റി. അടുത്തത് ഒരൊറ്റ ഫിംഗർ ക്ലോസ് ചെയ്താൽ, ഈ ചൂണ്ടുവിരൽ മാത്രം ക്ലോസ് ചെയ്താൽ ഗാ. അടുത്തത് മാ ഒരു ഹാഫ് നോട്ടാണ്. അതായത് ഗായുടെ തന്നെ ഹോളിന് നമ്മൾ ഹാഫ് ക്ലോസ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ ഇത്ര കുറച്ചേ തുറക്കുള്ളൂ. ഒരുപാട് തുറന്നു കഴിഞ്ഞാൽ അത് തീവ്രമാതിലേക്ക് പോകും. അടുത്ത നോട്ട് പാ, പഞ്ചമം. അതിന് നമ്മൾ എല്ലാ ഹോൾസും ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കാം. അല്ലെങ്കിൽ ഈ ഹോൾ കുറച്ച് തുറന്നാലും ഇല്ലെങ്കിലും അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അടുത്തത് ഈ ഒരു റിംഗ് ഫിംഗർ മാത്രം തുറക്കുക. അത് ധ. അടുത്തത് നീ. അടുത്തത് ഒരേ പൊസിഷനിൽ തന്നെ സാ, പക്ഷെ കുറച്ചും കൂടെ ഹാർഡായിട്ട് ബ്ലോ ചെയ്യണം. ഇതാണ് ബേസിക് സർഗം. അപ്പോൾ ഞാൻ മുഴുവൻ ഒന്നും കൂടെ വായിക്കാം. ഇപ്പം ഞാൻ വായിച്ചത് കുറച്ച് മീൻ്റെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ കഴിയുന്നത് സ്ട്രെയിറ്റ് നോട്ട്സിന് വേണം. അതായത് അപ്പോൾ ആദ്യം അത് സ്ലോ ആയിട്ട് ലോങ്ങർ നോട്ട്സ്, അത് 4 ബീറ്റ്സ് ഡ്യൂറേഷനിൽ വായിച്ച് പഠിക്കാം. അപ്പോൾ അതിനുശേഷം ഒരു ഡബിൾ സ്പീഡിൽ വായിക്കാം, രണ്ടാമത്തെ സ്പീഡിൽ. അതായത് ഒരു ബീറ്റിന് 2 നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് അതിനടുത്ത സ്പീഡിൽ, അതായത് ഒരിക്കൽ കൂടെ അതിൻ്റെയും കൂടെ ഒരു ബീറ്റിന് 4 നോട്ട്.
അതിൻ്റെ കൂടെ അടുത്ത സ്പീഡിൽ അതുകൊണ്ടാണ് 8. ഇതാണ് അതിൻ്റെ ബേസിക് സ്വരസ്ഥാനങ്ങൾ. ഇത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ആദ്യം വായിക്കാൻ പഠിക്കണം ഈ 4 സ്പീഡിൽ. അത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഗമകങ്ങളും മീൻസും ഒക്കെ വെച്ച് വായിക്കാം. ഉദാഹരണത്തിന് പക്ഷേ അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗമകങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായി നോട്ടിനെ ഹിറ്റ് ചെയ്ത് ശ്രുതിയിൽ ഹിറ്റ് ചെയ്തിട്ട് വായിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പിലാണിത്. ഇതാണ് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. ഇത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീക്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം.